കൊന്നിച്ചോ മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1754 മലയാളം മാങ്ക എക്സ്പ്ലനേഷൻസ് ആണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഇത് വൺ ഓഫ് എ കൈൻഡുള്ള ചാപ്റ്ററാണ്. എൻ്റെ സ്പോയിലേഴ്സ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസ് അടിച്ചിട്ടും എല്ലായിരുന്നു. കാര്യം അത്രത്തോളം മികച്ച ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആ ക്യാരക്ടറിൻ്റെ ഫേസ് റിവീൽ, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് 63 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാര്യമാണ് കാണിക്കുന്നത്. എൽഡർ ജാളിന് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറിനെ നഷ്ടപ്പെട്ട ആ ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ ജോറിൽ എന്ന് പറഞ്ഞ ആ ഒരു ജയൻറ്റ് മരിച്ച ആ ഒരു ദിവസം, പുള്ളിക്കാരനെ കൊന്നത് ഒരു യങ് ആയുള്ള ഒരു ഗേളാണ്. അവളുടെ പേര് ഷാർലറ്റ് ലിൽ എന്നായിരുന്നു. വെറും ഒരു ഹ്യൂമൺ ആയിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും എൽബഫിൻ്റെ പല ഭാഗങ്ങളും അവൾ നശിപ്പിക്കാൻ തുടങ്ങി. പതുക്കെ അവൾ വളർന്നു വലുതായപ്പോൾ അവൾ അറിയപ്പെട്ടത് ബിഗ് മോം എന്നായിരുന്നു. ആ വർഷം തന്നെ എൽബഫിന് കുറേയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതായത് വെതറിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ ഫുഡിൻ്റെ സ്കേർസിറ്റി, അങ്ങനെ പല പല പ്രശ്നങ്ങളും എൽബഫിൽ വന്നടിച്ചു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ, ഇതിനെല്ലാം കാരണം ആ ഒരു കൊച്ചാണ്. അതിനെ കൊല്ലാൻ നോക്ക്. അതിനെ കൊന്നു കഴിഞ്ഞാൽ എൽബഫ് ഉറപ്പായിട്ടും രക്ഷപ്പെടുന്നതാണ്. ഇത് അതിൻ്റെ ശാപമാണ്. പെട്ടെന്നാണ് ലോക്കി അതിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇവനെ കണ്ടപ്പോൾ തന്നെ അവൾ കിടന്ന് ദേഷ്യം വരുന്നുണ്ട്. അതിനെ പിടിച്ച് മാറ്റാൻ നോക്ക്, ആ മോൺസ്റ്ററിനെ എൻ്റെ അടുത്തേക്ക് വിടലെന്നും പറഞ്ഞുകൊണ്ട് അവൾ കിടന്ന് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ലോക്കിനെ അവിടെയുള്ള ഗാർഡ്സൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനായിട്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ അടുത്തായിട്ട് പോലും പുള്ളിക്കാരന് പോകാൻ പറ്റുന്നില്ല. എൽബഫ് ശരിക്കും ഒരു നാശത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഫുഡ് കഴിക്കാനൊന്നുമില്ല, ആർക്കും മര്യാദക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ എൽബഫിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിവിൽ വാർ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പരസ്പരം വഴക്കിട്ടും പരസ്പരം കൊന്നുമാണ് അവരങ്ങോട്ട് മുന്നോട്ട് പോയത്. ഈ സമയത്താണ് പെട്ടെന്ന് ഒരു കിളവൻ പറയുന്നത്, ഇതിനെല്ലാം കാരണം ആ ഒരു കേഴ്സാണ്. പെട്ടെന്ന് ആ ഒരു റൂം തുറന്ന് അവനകത്തേക്ക് വരുന്നുണ്ട്. ഹജറുദ്ദീൻ, നിന്റെ ബ്രദർ കാരണമാണ് ഈ കൺട്രി ഇങ്ങനെയായി മാറിയത്. ഒരു ചേട്ടൻ എന്ന സ്ഥിതിക്ക് നീയല്ലേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. അതുകൊണ്ട് നിന്റെ സാക്രിഫൈസോട് കഴിയുന്നിടത്ത് ഈ രാജ്യം വീണ്ടും പഴയ പോലെയെന്നും പറഞ്ഞുകൊണ്ട് ഹജൂറിൻ്റെ നേരെ ഒരു വലിയൊരു ജയൻറ്റ് വന്നിട്ടുണ്ട്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? എൻ്റെ മകൻ ഇതുമായിട്ട് ഒരു ബന്ധുവില്ലെന്ന് പറഞ്ഞ് നമ്മുടെ അവിടേക്ക് വരുന്നിടത്ത് അവളെ കയറി അവൻ പിടിച്ചിട്ട് പറയുന്നുണ്ട്, മിണ്ടി പോകരുത്, നീ ഒരു ഔട്ട്സൈഡറാണ്. ഞങ്ങളുടെ കിങ്ങിനെ നീ സെഡ്യൂസ് ചെയ്തതാണ്, അല്ലാതെ നീ ഇവിടെ കിടന്ന് മിണ്ടല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങോട്ട് കൊല്ലാൻ പോയപ്പോൾ പെട്ടെന്നായിരുന്നു ഹാറിൽ അവിടേക്ക് വന്ന് ആ ഒരു ചെന്നെ അടിച്ച് നേരെ താഴത്തേക്ക് ഇടുന്നത്. അവനെ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പരസ്പരം വഴക്കിടാൻ നോക്കുന്നത്? ലോക്കിയുടെ ജനനത്തിനെ പറ്റി ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അലൈസൊക്കെ ഹെസിറ്റേഷൻ ഇല്ലാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അവരെല്ലാവരും ഇവിടേക്ക് വരുന്നുണ്ട്. മനുഷ്യർ ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അവരുടെ വില്ലി നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലുതാണ്. അവരെല്ലാവരും ആവശ്യത്തിനധികം ഫുഡുമായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. കിങ് ഹാറൽഡും പുറത്തുള്ളവരോടുള്ള റിലേഷൻ കാരണം തന്നെ ബാക്കിയുള്ളവർ എല്ലാവരും നമ്മുടെ എൽബഫിനെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് വന്ന് എൽബഫിന് ആവശ്യമായ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തു. എന്നാൽ ഈ സമയത്ത് എസ്ഡ്രെഡ് മരിച്ചിരുന്നു. എൽബഫിന് അതൊരു തീരെ ദുഃഖം തന്നെയായിരുന്നു. അതിലുപരി പുള്ളിക്കാരുടെ അവസാന ശ്വാസം വരെ ലോക്കിനെ പുള്ളിക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. ലോക്കിനെ അവളാണ് ആദ്യമായി അക്വേസ്റ്റ് പ്രിൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവളുടെ മരണം അവസാനം ലോക്കിയുടെ തലയിലേക്ക് വന്നു. എല്ലാവരും ലോക്കി കാരണമാണ്, അല്ലെങ്കിൽ ലോക്കിയുടെ ഒരു കേഴ്സ് കാരണമാണ് നമ്മുടെ എസ്ഡ്രെഡ് മരിച്ചെന്ന് വിചാരിക്കാനും തുടങ്ങി. പക്ഷേ നമ്മുടെ കിങ് ഹാറിൽ അങ്ങനെയല്ലായിരുന്നു. സോ ഇവൻ്റെ കണ്ണുകൾക്ക് ആ ഒരു പ്രശ്നമുണ്ടല്ലേ. പക്ഷേ എങ്കിലും ഇവനെന്താണ് എന്നെ നോക്കി ചിരിക്കാഞ്ഞത്? നമ്മുടെ ഹാറിൽ വിചാരിച്ചത് ലോക്കിയുടെ സങ്കടം കാരണമാണ്, സ്വന്തം അമ്മ മരിച്ചതിൻ്റെ സങ്കടം കാരണമാണെന്നാണ്. പക്ഷേ ലോക്കിയുടെ ഉള്ളിൽ മറ്റൊന്നായിരുന്നു. ജനിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ലവ് എന്ന കൺസെപ്റ്റ് പുള്ളിക്കാരൻ ഗീവ് അപ്പ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ കിങ് ഹാറിൽ ബാക്കിയുള്ളവരുടെ സഹായത്തോടു കൂടി വീണ്ടും എൽബഫ് റീബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്ത് ലോക്കിനെ നോക്കിക്കൊണ്ടിരുന്നത് എസ്ഡ്രെഡിൻ്റെ ഓൾഡർ ബ്രദറായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് ലോക്കിനെ അധികം ഇഷ്ടമൊന്നുമല്ല. ഇടയായിട്ട് ഈ സമയത്ത് റിലം ഓഫ് ഡെഡിൽ ഒരു ബാർ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഹജറുദ്ദീന് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാര്യം റിലം ഓഫ് ഡെഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് അല്ലേ. പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കിയൊന്നുമില്ല. കാര്യം അവൾക്ക് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് 56 വർഷങ്ങൾക്ക് മുമ്പ് ജാറിലിൻ്റെ വീടാണ്. അവിടെ ജാറിൽ നമ്മുടെ കിങ് ഹാറിലോട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? നീ റിവർ ഇൻസിഡൻറ്റിലേക്ക് പോയോ? അതെ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി അവൻ്റെ ഒരു ഗാർഡ് എന്ന നിലയ്ക്ക് ഞാനും അവിടേക്ക് കയറി. പക്ഷേ എനിക്ക് വേണ്ടത്ര ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധിച്ചില്ല. ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആ ഒരു കവർ ബ്ലോ ചെയ്തേക്കാം. എന്നാൽ ആ ഒരു മരണം അവിടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എക്സ്പോസ് ചെയ്യപ്പെട്ടെന്നാം. പിടിക്കപ്പെടാനോ? നീ പിടിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാലോ. നിനക്ക് ഓർമ്മയില്ലേ ഗാലറിയില്ല വാർഹാമർ കമ്പനിയെ പറ്റി? അവരെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു മിത്തല്ലേ? അല്ല, അവർ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇതിനു മുമ്പ് എൽബഫിൻ്റെ ദൂര രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്തിരുന്നു. അവരെനിക്ക് സ്ഥിരമായിട്ട് കത്തുകളും അയക്കാറുണ്ട്. എന്നാൽ അവരുടെ അവസാനത്തെ കത്ത് ഇവിടെ എത്തിയപ്പോൾ അവർ പിടിക്കപ്പെട്ടതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? 100 കണക്കിന് വാരിയേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ, ഇൻക്ലൂഡിങ് ഏൻഷ്യൻ ജൈൻ വാരിയേഴ്സ്. എന്നിട്ടും അവർ പിടിക്കപ്പെട്ടു. അല്ല, താങ്കൾ പറയുന്നത് ഇത് വേൾഡ് ഗവൺമെൻറ് ആയിരിക്കും എന്നാണോ?
അതെനിക്ക് അറിഞ്ഞോളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവർ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എനിമി ആയിട്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ അവരൊരു പൊടി പോലും ഇല്ലാതെ ഈ സിസ്റ്ററിൽ നിന്ന് തന്നെ അത് തൂത്തു പാഞ്ഞു പോയത്. അതേപോലെ മറ്റൊരു കാര്യം കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തുമാത്രം സത്യാവസ്ഥയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചധികം ജയൻ ആർമീസിനെ ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പുറത്തെ വേൾഡ് ഇന്നും നമ്മൾ ചെറുതായിട്ടെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ലോക്കി വളർന്നത് എസ്റ്റഡിന്റെ ചേട്ടൻ്റെ കൂടെയാണ്. പുള്ളിക്കാരായിട്ട് എപ്പോഴും നമ്മുടെ ലോക്കിനെ ഹറാസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം സഹിച്ചുകൊണ്ടാണ് ലോക്കി വലുതായത്. ഈ സമയത്ത് 48 വർഷങ്ങൾക്ക് മുമ്പ്, പ്രസന്റ് ഡേയിൽ നിന്ന് 48 വർഷങ്ങൾക്ക് മുമ്പ് എൽബഫ് അങ്ങനെ ആ ഒരു റിയൽ എൽബഫായി മാറി. അതായത് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു എൽബഫാക്കി നമ്മുടെ കിങ് ഹാളിൽ മാറ്റിയിരുന്നു. എന്നാൽ ഈ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഹജറുദ്ദീനെ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ലോക്കിയാണ് യഥാർത്ഥ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹജറുദ്ദീൻ മറ്റൊരു പെണ്ണിലുണ്ടായ സന്തതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹജറുദ്ദീനെ മറ്റുള്ളവരൊക്കെ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തന്റെ ബന്ധം സ്ഥാപിക്കാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഈ സമയത്ത് ലോക്കിയായിട്ട് പുള്ളിക്കാരനെ കുറച്ച് ബീസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ആ ഒരു വില്ലേജിലേക്ക് വന്ന് അവിടെയുള്ള എല്ലാം തന്നെ നശിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരെ ശരിക്കും ആ ഒരു സ്ഥലം നശിപ്പിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ വാദം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിലെ സ്ട്രോങ്ങസ്റ്റ് കൺട്രിയാണ്, അതുകൊണ്ട് തന്നെ വീക്ക്ലിൻസിന് ഇവിടെ ആവശ്യമില്ല, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയുള്ളവർ മാത്രം സർവൈവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ്ട് ആ ഒരു മോൺസ്റ്റേഴ്സുമായിട്ട് ലോക്കി ആ ഒരു വില്ലേജിലേക്ക് വരുന്നത്. എടാ നീ എന്തുവാണ് ഈ ചെയ്യുന്നത്? നമ്മുടെ അച്ഛൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം റീബിൽഡ് ചെയ്തത്, അതെല്ലാം നീ നശിപ്പിക്കാൻ പോകുമോ? അച്ഛനോ? ആരുടെ അച്ഛൻ? എൻ്റെ അച്ഛനെ നീ എന്തിനാണ് അച്ഛനെന്ന് വിളിക്കുന്നത്? അത് മാത്രമല്ല എനിക്ക് മനസ്സിലായിട്ടില്ല, അത് എന്തിനാണ് ഈ മനുഷ്യരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോകണമെന്ന്. അതുകൊണ്ട് എന്തുപോലാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്? നീ വെറുതെ കിടന്ന് കളിക്കല്ലേ, നിനക്ക് ബാക്കിയുള്ളവരെ പറ്റി ഒന്നും അറിയാമല്ല, അച്ഛനെ പറ്റി ഒന്നും അറിയാമല്ലെന്ന് പറയാൻ നേരം തന്നെ ഹജറുദ്ദീൻ്റെ മുഖത്ത് നോക്കി നല്ലൊരു ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള പിള്ളേരൊക്കെ ഹജറുദ്ദീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോക്കിയായിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് പറയുന്നുണ്ട്, ഹജറുദ്ദീൻ നീ ശരിക്കും വീക്കാണ്, കാര്യം നിന്റെ അമ്മയുടെ രക്തവും അതുപോലത്തെയാണ്. അത് മാത്രമല്ല ഈ വീക്ക്ലിങ്സിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നീ ഇനിയും ഇങ്ങനെയായി പോകുന്നു പറഞ്ഞുകൊണ്ട് ലോക്കി അവിടെ മുഴുവൻ ഇതേപോലെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വഴക്കും വക്കാണോ എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനെല്ലാം കാരണം പുള്ളിക്കാരൻ്റെ ഉള്ളിലെ ആ ഒരു ഒറ്റപ്പെടലായിരുന്നു. പുള്ളിക്കാരൻ്റെ ഉള്ളിൽ ആർക്കും കാണാൻ സാധിക്കാത്ത ആ ഒരു സങ്കടമായിരുന്നു. പലതവണ പുള്ളിക്കാരൻ മരിക്കാൻ ശ്രമിച്ചിട്ട് കൂടി പുള്ളിക്കാരന് മരിക്കാൻ പോലും സാധിച്ചില്ല. ഒറ്റയ്ക്ക് കിടക്കാൻ നേരത്ത് ഇരുന്ന് കരയാറാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം ലോക്കി അവിടെ കിടന്ന് കരഞ്ഞിട്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. പുള്ളിക്കാരൻ്റെ റൈറ്റ് സൈഡിലുണ്ടെന്ന ഒരു മല തന്നെ മുറിഞ്ഞു പോകുന്നുണ്ട്. അവിടേക്ക് കുറച്ചധികം പേര് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ഷീക്ക് പറഞ്ഞുണ്ട്, അല്ലല്ലേ അവൻ്റെ കണ്ണ് കണ്ടില്ലേ? ഇത് കാണുന്ന വൈറ്റ് ബേർഡ് പറയുന്നുണ്ട്, അതായത് നമ്മുടെ 8 വൈറ്റ് ന്യൂ ഗേറ്റ് പറയുന്നുണ്ട്, നീ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട, അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പയ്യാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ലോക്കിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് 2-3 പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ടിലായിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നറേറ്റർ ഇങ്ങനെയാണ് പറയുന്നത്, ഹാർലഡ് 8 വർഷത്തിന് മുമ്പ് റവറിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടിരുന്നു. അവൻ സിംഗിൾ ഹാൻഡ്ലി ഒരു അഡ്മിറൽ, ഒരു നേവി HQ അഡ്മിറലിനെ ഡിഫീറ്റ് ചെയ്ത് അവനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മാസീവുള്ള ബൗണ്ടിയും അവൻ്റെ തലയുടെ മേളിൽ വന്നു. അതായത് ഇച്ചിരി മുമ്പ് ജാലിനോട് മെൻഷൻ ചെയ്ത ആ ഒരു കൊലയില്ലേ, അതാണ് ഇത്. എന്നിട്ടാണ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് 2 ചോദ്യം ചോദിക്കും, ആ 2 ചോദ്യത്തിനും എസ് എന്ന് മാത്രമേ ഉത്തരം പറയാനുള്ളൂ. കാര്യം നോ എന്ന് കേൾക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഒന്നാമത്തെ ചോദ്യം, ഇത് എൽബഫ് ആണോ? ലാൻഡ് ഓഫ് ദി ജയൻസിൻ്റെ ആണോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ ഹാർലിനെ കാണാൻ സാധിക്കത്തില്ലേ? അത് മറ്റാരുമല്ലായിരുന്നു, ഫ്യൂച്ചർ റോക്സ് പൈരറ്റ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള റോക്സ് ഡി സെബക്ക് ആയിരുന്നു. അത് മാത്രമല്ല റോക്സ് ഡി സെബക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ബിയർഡ്, അതായത് എംപറർ ബ്ലാക്ക് ബിയർഡിൻ്റെ അച്ഛൻ കൂടിയാണ്. ഫൈനലി വൺ ഓഫ് ദി മിസ്റ്റീരിയസ് ക്യാരക്ടറിൻ്റെ ഫേസ് എങ്ങനെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു റിവീലും കൂടെ വന്നിട്ടുണ്ട്, ബ്ലാക്ക് ബിയർഡും റോക്സും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ പറ്റി. അൺബിലീവബിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു, അത്രയും ഗില്ലായിട്ടൊരു ചാപ്റ്റർ ആയിരുന്നു. എന്തായാലും അടുത്ത വീക്ക് ബ്രേക്ക് ഒന്നും ഇല്ല. സോ ഈ വരുന്ന ചൊവ്വാഴ്ച തന്നെ അടുത്ത സ്പോയിലേഴ്സ് വരുന്നുണ്ട്. അടുത്ത വെള്ളിയാഴ്ച തന്നെ നമ്മൾ അടുത്ത വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതായിരിക്കും.